നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അർജുനേട്ടാ, അർജുനേട്ടാ, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ അർജുനേട്ടാ, നമുക്ക് പോവാം. അർജുനേട്ടാ വാ, അർജുനേട്ടാ വാ. പ്രീതി, സാഹചര്യം മനസ്സിലാക്കാൻ ശ്രമിക്കൂ അർജുൻ. നമുക്ക് മുന്നിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്പോഴും മനസ്സ് വെച്ച പാറുക്കുട്ടിയെ നമുക്ക് രക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഒരു ആക്സിഡന്റിലോ വീഴ്ചയിലോ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചേക്കാം. പക്ഷേ പാറുക്കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കരുതിക്കുട്ടി ആരോ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതുപോലെയാ. കുഞ്ഞിന്റെ ശരീരത്തിൽ അപകടകരമായ ഡ്രഗിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റിൽ അത് വ്യക്തമാണ്. ചില രാസപദാർത്ഥങ്ങളുടെ കൂട്ട് ഓവർഡോസായി ഉള്ളിൽ ചെന്നാൽ നമ്മുടെ നാഡീവ്യൂഹം മൊത്തത്തിൽ തകരാറിലാവും അർജുൻ. നമ്മുടെ തലച്ചോറിലെത്തുന്ന ഓക്സിജൻ മൂലമാണ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സാധ്യമാവുന്നത്. ഈ ഡ്രഗ് ബ്ലഡിൽ കലർന്നു കഴിഞ്ഞാൽ തലച്ചോറിലേക്കും ശരീരത്തിലെ ഇതര കോശങ്ങളിലേക്കുമുള്ള ഓക്സിജന്റെ വിതരണം നിലയ്ക്കും. ഫലമെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഒരാളെ കഴുത്ത് ഞെരിക്കുന്ന പോലെ തന്നെയാണത്. ഓക്സിജൻ വിതരണം ആദ്യം കുറേശ്ശെ കുറഞ്ഞു വരികയും പിന്നീട് അത് പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, ഏത് നിമിഷവും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചേക്കാം. ഇത് തടയാൻ ഒരു വഴിയുമില്ല ഡോക്ടർ. വഴിയുണ്ട്, ഒരേ ഒരു വഴി. ആന്റിഡോസ് ഡ്രഗ് കുത്തിവെക്കുക. എന്നാലത് എത്രയും പെട്ടെന്ന് ചെയ്യണം ഡോക്ടർ. അങ്ങനെ കുത്തിവെക്കണമെങ്കിൽ ആദ്യം പാറക്കുട്ടിയുടെ ഉള്ളിൽ ഏത് ഡ്രഗാണ് ചെന്നിരിക്കുന്നതെന്ന് അറിയണം. ഡ്രഗിന്റെ ജനർ അറിയാതെ ആന്റിഡോസ് കുത്തിവെക്കുന്നത് കൂടുതൽ അപകടമാവുകയുള്ളൂ. ലാബ് പരിശോധനയിൽ ഡ്രഗ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നല്ല, പക്ഷേ അതിനൊക്കെ വളരെ സമയമെടുക്കും. നമുക്ക് മുന്നിൽ അത്രയും സമയമില്ല. 5-6 മണിക്കൂർ അത്രേ ഉള്ളൂ പാറക്കുട്ടിക്ക്. ഡോക്ടർ, ഐ ആം സോറി അർജുൻ. ഡ്രഗ് എങ്ങനെ പാറക്കുട്ടിയുടെ ഉള്ളിലെത്തിയെന്നും കൃത്യമായത് ഏത് ഡ്രഗാണെന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ അർജുൻ, എത്രയും വേഗം. അതുമാത്രമേ പാറക്കുട്ടിയെ രക്ഷിക്കാൻ ഒരു വഴിയുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.